നമസ്കാരം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ കോടതിയെ സമീപിച്ചത് സർക്കാരിന് തലവേദനയാകുന്നു. സ്വർണ്ണ കവർച്ചാ കേസ് വിവാദം തണുപ്പിക്കുന്നതിന്റെ ഭാഗമായി രാഷ്ട്രീയ നേതാക്കളെ ഒഴിവാക്കി IMG ഡയറക്ടറായ കെ ജയകുമാറിനെ നിയമിച്ചതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. സർക്കാർ നിലപാടിന് വിരുദ്ധമായി ജയകുമാറിനെ അയോഗ്യനാക്കണമെന്ന് കാട്ടി സംസ്ഥാന കാർഷിക ഉൽപാദന കമ്മീഷണർ ഡോക്ടർ B അശോകാണ് തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. ഈ സാഹചര്യത്തിൽ അശോകിനെതിരെയും സർക്കാർ പരിശോധനകൾ നടത്തും. ഇത്തരമൊരു ഹർജി അച്ചടക്ക ലംഘനമാണോ എന്നും പരിശോധിക്കും. ഹർജി അസാധാരണ നടപടിയെന്ന് വിമർശിച്ച് അശോകിനെ തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിരോധം തീർത്തു കഴിഞ്ഞു. എന്നാൽ നിയമവിരുദ്ധമായത് സർക്കാർ ചെയ്താൽ അതിനൊപ്പം നിൽക്കേണ്ട ബാധ്യത തനിക്കില്ലെന്നായിരുന്നു B അശോകിന്റെ മറുപടി. നേരത്തെ IMG ഡയറക്ടറായിട്ടുള്ള ജയകുമാറിന്റെ നിയമനത്തിനെതിരെ B അശോക് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചിരുന്നു. കെ ജയകുമാറിനും ദേവസ്വം സെക്രട്ടറിക്കും ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് സെക്രട്ടറി, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഗവൺമെന്റ് സെക്രട്ടറി എന്നിവർക്കും തിരുവനന്തപുരം ജില്ലാ കോടതി നോട്ടീസ് അയച്ചു. 2026 ജനുവരി 15 കോടതിയിൽ ഹാജരാകാനാണ് നോട്ടീസ്. കെ ജയകുമാർ നിലവിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്ന IMGയുടെ ഡയറക്ടറാണ്. ദേവസ്വം ബോർഡ് അംഗമായും പ്രസിഡന്റായും നിയമിതനായപ്പോഴും സത്യപ്രതിജ്ഞ ചെയ്ത് ചാർജ് എടുത്തപ്പോഴും തുടർന്ന് ഇപ്പോഴും കെ ജയകുമാർ സർക്കാർ പദവി വഹിച്ച് ശമ്പളം പറ്റുന്ന തെളിവുകൾ നിരത്തിയാണ് ഹർജി ഫയൽ ചെയ്തത്. സർക്കാരിന്റെ കീഴിൽ കേവലം അധിക ചുമതലയായി കാണാനാവുന്ന ഒന്നല്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പദവിയെന്നും അശോക് വാദിക്കുന്നു. തിരുവിതാംകൂർ കൊച്ചി ഹിന്ദുമത സ്ഥാപനങ്ങൾ നിയമപ്രകാരം നിയമിതനായ കെ ജയകുമാർ നിയമത്തിലെ വകുപ്പ് പ്രകാരം അയോഗ്യനാണെന്ന് ഹർജിയിൽ പറയുന്നു. ദേവസ്വം ബോർഡ് സ്വയംഭരണാവകാശമുള്ള ഒരു സ്ഥാപനമായി വ്യവസ്ഥ ചെയ്ത് അത് ഉറപ്പാക്കാനുള്ള വ്യവസ്ഥകളാണ് നിയമത്തിലുള്ളത്. നിയമത്തിലെ 7ാം വകുപ്പിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളാകുന്നവർക്കുള്ള വിവിധ അയോഗ്യതകൾ വിവരിക്കുന്നത് ആ ലക്ഷ്യത്തോടെയാണ്. എന്നാൽ ദേവസ്വം ബോർഡിന്റെ സ്വതന്ത്ര സ്വയംഭരണാവകാശം ഇല്ലാതാക്കുന്ന നിയമനമാണ് ജയകുമാറിനെ നിയമിച്ചതിലൂടെ സംഭവിച്ചതെന്നും അശോക് ഹർജിയിൽ പറയുന്നു. ഹർജിക്കാർക്ക് വേണ്ടി അഡ്വക്കേറ്റ് ബോറിസ് പോൾ, അഡ്വക്കേറ്റ് സാജൻ സേവ്യർ എന്നിവർ തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ ഹാജരായി. ഹിന്ദു എന്ന നിലയിലാണ് താൻ ഹർജി നൽകിയതെന്നും അശോക് പറയുന്നു. ഈ കേസിലെ നടപടികൾ സർക്കാരിന് തലവേദനയാണ്. IMG ഡയറക്ടറായിട്ടുള്ള ജയകുമാറിന്റെ നിയമനം IAS കേഡർ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് നീക്കം ചെയ്യണമെന്നുമുള്ള IAS അസോസിയേഷൻ ഹർജി കഴിഞ്ഞ ദിവസം കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ വിധി പറയാൻ മാറ്റിയിരുന്നു.